പത്രനീതിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, ഭാവന തുടങ്ങി പലതും. സുകുമാർ അഴീക്കോടിൻ്റെ ഈ നിരീക്ഷണത്തിൻ്റെ പൊരുൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നിരീക്ഷണത്തിൽ സത്യമുണ്ടെന്ന് എഴുതാം അല്ലേ. അതുപോലെ തന്നെ പത്രനീതിയിൽ നിന്ന്, അതായത് അതിൻ്റെ സത്യത്തിൽ നിന്നൊക്കെ അകലുന്ന പത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ പത്രങ്ങളെ സത്യത്തിൽ വളച്ചൊടിക്കുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. പിന്നെ ഇന്നത്തെ പത്രങ്ങളുടെ നിലപാട്, പിന്നെ പല പത്രങ്ങൾ വായിച്ച് എന്താണ് സത്യം എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ വരുന്നത് അല്ലേ. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബൈറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ്. പത്രത്തെക്കുറിച്ചുള്ള നെപ്പോളിയൻ്റെ ഈ നിരീക്ഷണത്തിൽ തെളിയുന്ന 2 സൂചനകൾ കുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതെന്താ? രാഷ്ട്രീയത്തിലെ 4ാമത്തെ ശക്തിയായ പത്രങ്ങൾക്ക് ജനങ്ങളിൽ ഉള്ള സ്വാധീനമാണ് അല്ലേ. അതെ. അതുപോലെ തന്നെ സ്വേച്ഛാധിപതികൾ പോലും പത്രത്തെ ഭയപ്പെടുന്നുണ്ട് അല്ലേ. ഓക്കെ, ആ 2 പോയിൻറ്റ്സാണ് ഇവിടെ വേണ്ടത് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. സാമുവൽ ബട്ട്ലറുടെ ഈ നിരീക്ഷണത്തിൻ്റെ പൊരുൾ എന്താണ്? സത്യസന്ധമായി പത്രധർമ്മം നിർവഹിക്കാത്തതിലുള്ള പരിഹാസമാണിത് അല്ലേ. അതുപോലെ തന്നെ പത്രങ്ങളുടെ പക്ഷപാതിത്വവും അതുപോലെ തന്നെ നിഷ്പക്ഷത ഇല്ലായ്മയും കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതൊരു എഡിറ്റോറിയൽ ഉണ്ടാക്കാൻ മീൻസ് മുഖപ്രസംഗത്തിനുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതവിടെ മാധ്യമങ്ങളും സമൂഹവും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി കേട്ടോ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, ഭാവന തുടങ്ങി പലതും. പത്രത്തെക്കുറിച്ചുള്ള സുകുമാർ അഴീക്കോടിൻ്റെ വാക്കുകൾ നൽകുന്ന 2 സൂചന. അതായത് സത്യസന്ധത ഇല്ലാത്ത വാർത്തകളാണ് നൽകുന്നത് അല്ലേ. അതുപോലെ തന്നെ പരസ്യ വരുമാനം മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് പത്രങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. പിന്നെ വ്യാജമായിട്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ്, അസത്യങ്ങളൊക്കെ വാർത്തയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സും ഞാൻ ഈ പറഞ്ഞ എല്ലാ ആൻസറിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പോയിൻറ്റ്സ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും അറിയാത്ത ആളുകൾക്ക് അതും ആഡ് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. അറിയുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, ഇതും പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഇതിൽ ഉണ്ടായാൽ മതി കേട്ടോ. ഓക്കെ.